ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ടിയർ പാർക്കിൽ പോവാണ്. എന്താ പറയുക, ആനിമൽ പാർക്കിൽ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി വലിയ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്. അപ്പോൾ 3 € ആട്ടോ ഒരാൾക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഞങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം എനിക്കൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല, കാരണം എന്തോ കാടായിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ചെന്നപ്പോഴാണ് ഓക്കെ അവിടെ കുറേ പിഗിനെയൊക്കെ കണ്ടു. സാധാരണ നമ്മുടെ നാട്ടിലെ ആനിമൽ പാർക്കില്ല, സൂ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇതാണല്ലോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാട്, അവിടെ ഇങ്ങനെ കുറേ എന്താ പറയുക ജസ്റ്റ് ഇതുപോലെ ലൈക്ക് മതിൽ പോലത്തെ സംഭവങ്ങളൊക്കെ കെട്ടിയിട്ടൊക്കെ ഒരു സംഭവം. അപ്പോൾ ഒത്തിരി നടക്കാനുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളിലും ഓരോന്ന് അവർ എഴുതിയും വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഓരോ മരത്തിലും അതുപോലെ എല്ലാത്തിലും എന്തൊക്കെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെ സാധനങ്ങളോടുള്ളത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ജർമ്മൻസിനൊക്കെ പൊതുവേ നടക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും എൻ്റെ കൂടെ ഉള്ള ആളെന്നെ കൊണ്ട് നല്ല രീതിയിൽ നടത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളും നടക്കാൻ അത്ര മോശമല്ലാത്തതുകൊണ്ട് ഓക്കെ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ നമ്മൾ ഒത്തിരി നടന്ന് എത്തിയപ്പോഴാണ് ഈ ഒരു മുതലിനെ കാണുന്നത്. അപ്പോൾ അവിടെ കുറേ നിൽപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ, പൊതുവെ യൂറോപ്പിൽ ഫുൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും ജർമ്മനിയിലത്തെ കാര്യം എനിക്കറിയാവുന്ന നമ്മുടെ കയ്യിലുള്ള ഫുഡ് ചുമ്മാ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവിടെ ഓൾറെഡി ഒരു മെഷീൻ ഉണ്ടാവും. ആ മെഷീനിൽ നിന്ന് ചിലപ്പോൾ 50 സെൻറ്റോ അല്ലെങ്കിൽ €1 കൊടുത്തിട്ട് ഒരു പെട്ടി പോലത്തെ ഒരു സംഭവം കിട്ടും. അതിൻ്റെ ഉള്ളിലുണ്ടാവും നിങ്ങൾക്ക് കൊടുക്കേണ്ട ഫുഡ്. അത് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് ഉണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് നല്ല രീതിയിൽ ഫൈൻ കിട്ടും കേട്ടോ. അങ്ങനെ എന്നപ്പോഴാണ് ഈ ഒരു വൈറ്റ് അതിങ്ങനെ വെയിലത്ത് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ എന്താ പറയുക, അതിനിപ്പോൾ കുറേ കഴിയുമ്പോൾ ഇതുപോലെ കുറേ എണ്ണത്തിന് കണ്ടു. അപ്പോൾ നേരെ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ടെൻഷനായി. ഞാൻ ഇപ്പോൾ കുത്തിട്ടു, അതിൻ്റെ കൊമ്പൊക്കെ നോക്കി കുത്തില്ല, അതിൽ പിടിച്ച് തൂങ്ങിയാടാൻ പറ്റുന്ന പോലത്തെ ഒരു കൊമ്പ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നമ്മളും കുറേ ഫുഡൊക്കെ കൊടുത്തു. നമ്മൾ മേടിച്ചിരുന്ന ഫുഡ് കൊടുത്തു. ആദ്യം എനിക്ക് പേടിയായിരുന്നു. അത് പിന്നെ ഓക്കെ അതുങ്ങൾ കഴിച്ചിട്ട് അതുങ്ങൾ പോയി. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റില്ല, നിലത്തിട്ടിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ആദ്യം നിലത്തിട്ട് കൊടുക്കാൻ ഭയങ്കര വിഷമമായിരുന്നു, കാരണം അതെങ്ങനെ മണ്ണും അതും കൂടെ ആയിട്ട് തിന്നൂല്ലോ എന്നൊക്കെ ഓർത്തു. പക്ഷേ ഇവിടുത്തെ റൂൾസ് അങ്ങനെ ആയതുകൊണ്ട് മേ ബി നമ്മുടെ കയ്യിൽ കടിക്കുകയോ അങ്ങനെ ഇൻഫെക്ഷൻ ആവും, അങ്ങനത്തെ സീൻ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ബൈ ബൈ.